ചില ബാങ്ക് അക്കൗണ്ടുകളുടെയും അതുപോലെ തന്നെ ചില ക്രെഡിറ്റ് കാർഡുകളുടെയും ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഈ മാസവും അതുപോലെ തന്നെ അടുത്ത മാസവുമായിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യെസ് ബാങ്കിൻ്റെ സർവീസ് ചാർജിൽ മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ICICI ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടിലെ സർവീസ് ചാർജിൽ മെയ് 1 മുതൽ മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നിവയിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റിൻ്റെ റിഡംഷനുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനിൽ മാറ്റം വരുന്നുണ്ട്. എല്ലാത്തിലും ഉപരി വലിയ മാറ്റം വരുന്നത് ഫൈ മണി അതുപോലെ തന്നെ ജൂപ്പിറ്റർ മണി എന്നീ ന്യൂ ബാങ്ക് അക്കൗണ്ടുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലാണ്. ന്യൂ ബാങ്കിങ് പ്ലാറ്റ്ഫോമായ ഫൈ മണിയിലും അതുപോലെ തന്നെ ജൂപ്പിറ്റർ മണിയിലും വിർച്വൽ ഡെബിറ്റ് കാർഡിന് പോലും ചാർജ് ഈടാക്കിക്കൊണ്ടുള്ള വലിയ മാറ്റമാണ് വരുന്നത്. സോ ഈ ഉടനെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റിൻ്റെ റിഡംഷനുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനിലാണ്. നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡിലും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിലും നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. നമ്മൾ അത് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഫെഡറൽ റിവാർഡ് പോയിന്റ് കിട്ടും. ഒരു ഫെഡറൽ റിവാർഡ് പോയിന്റിൻ്റെ വാല്യൂ വരുന്നത് 25 പൈസയാണ്. നമുക്ക് ഇങ്ങനെ കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യാം, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസിനായിട്ട് നമുക്ക് റിവാർഡ് പോയിന്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ വരുന്ന ജൂൺ 1 മുതൽ നമ്മൾ ഇങ്ങനെ റിവാർഡ് പോയിന്റ് റെഡീം ചെയ്യുവാൻ നേരത്ത് റിഡംഷൻ വാല്യൂവിൻ്റെ 70% വരെ മാത്രമേ നമുക്ക് റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കൂ. ബാക്കി വരുന്ന 30% നമ്മൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യണം. അതായത് ഇപ്പോൾ നിങ്ങൾ റിവാർഡ് പോയിന്റ് റെഡീം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വാല്യൂ വരുന്ന 100 രൂപയാണ്. ഇപ്പോൾ 100 രൂപയുടെ ഒരു ടിക്കറ്റാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 70%, അതായത് 70 രൂപ നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കി വരുന്ന 30 രൂപ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു റൂൾ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ജൂൺ 1 മുതലാണ്. നെക്സ്റ്റ് ചേഞ്ച് വരുന്നത് ഫൈ മണി, ജൂപ്പിറ്റർ മണി എന്നീ ന്യൂ ബാങ്കിങ് പ്ലാറ്റ്ഫോമുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലാണ്. ഈ രണ്ട് പ്ലാറ്റ്ഫോമായാലും പാർട്ണർ ബാങ്ക് വരുന്നത് ഫെഡറൽ ബാങ്ക് ആണ്. സോ ഫെഡറൽ ബാങ്കിൽ നിന്നും ഓൾറെഡി ഇപ്പോൾ മെയിൽ വന്നിട്ടുണ്ടാകും ടേംസ് ആൻഡ് കണ്ടീഷനിൽ മാറ്റം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ മെയിലിൽ ഒരു ലിങ്ക് ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ സർവീസ് ചാർജ് സെക്ഷനിലേക്കാണ് റിഡയറക്റ്റ് ആകുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഒരു ടേംസ് ആൻഡ് കണ്ടീഷനും മറ്റൊന്ന് ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ഡോക്യുമെൻറ്റും. അതിൽ ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ഡോക്യുമെൻറ്റ് നോക്കിക്കഴിഞ്ഞാലാണ് ഈ ഒരു വലിയ മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതേസമയം ഫൈ മണിയുടെയും അതുപോലെ തന്നെ ജൂപ്പിറ്റർ മണിയുടെയും വെബ്സൈറ്റിൽ പോയി നോക്കുവാൻ നേരത്തെ അവരുടെ വെബ്സൈറ്റിൽ ഈ വരുന്ന മാറ്റത്തെ പറ്റി അപ്ഡേറ്റ് ആയിട്ടില്ല. അവരുടെ സർവീസ് ചാർജ് സെക്ഷനിൽ നോക്കുമ്പോൾ ഈ ഒരു പുതിയ മാറ്റം അപ്ഡേറ്റ് ആയിട്ടില്ല. പക്ഷേ ഫെഡറൽ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ അവരുടെ സർവീസ് ചാർജ് സെക്ഷനിൽ നോക്കുവാൻ നേരത്ത് ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന സർവീസ് ചാർജിൻ്റെ ഡോക്യുമെൻറ്റിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വരുന്ന മാറ്റങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഫൈ മണി നോക്കാം. ഫൈ മണി നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഇഷ്യൂവൻസിൻ്റെ ചാർജ് വരുന്നത് റെഗുലർ സ്കീം അതുപോലെ തന്നെ ബേസിക് 555, സ്റ്റാൻഡേർഡ്, മാക്സ് എന്നീ സ്കീമുകളിൽ 399 രൂപ പ്ലസ് GST ആണ് ജൂൺ 1 മുതൽ. മുൻപ് നോക്കിക്കഴിഞ്ഞാൽ ബേസിക് 555 ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഇഷ്യൂവൻസ് ചാർജ് 199 രൂപ മാത്രമായിരുന്നു. അത് 399 രൂപയായിട്ട് മാറും. പിന്നെ സ്റ്റാൻഡേർഡിലും മാക്സിലും 8/3/2024 മുതൽ 499 രൂപ പ്ലസ് GST ആയിരുന്നു. അത് 399 രൂപ പ്ലസ് GST ആയിട്ട് കുറയുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് നോക്കുവാൻ നേരത്ത് റെഗുലർ സ്കീമിൽ ജൂൺ 1 മുതൽ 300 രൂപ പ്ലസ് GST, സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആണെങ്കിൽ 299 രൂപ പ്ലസ് GST, മാക്സ് ആണെങ്കിൽ 199 രൂപ പ്ലസ് GST എന്നിങ്ങനെയാണ്. നെക്സ്റ്റ് വലിയൊരു മാറ്റം വരുന്നത് വിർച്വൽ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജിലാണ്. വിർച്വൽ ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് എടുക്കുന്നു എന്നാണ് പുതിയ സർവീസ് ചാർജിൻ്റെ ഡോക്യുമെൻറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. റെഗുലർ സ്കീമായാലും ബേസിക് സ്കീമായാലും സ്റ്റാൻഡേർഡ് ആണെങ്കിലും മാക്സ് ആണെങ്കിലും എല്ലാം വിർച്വൽ ഡെബിറ്റ് കാർഡിന് 300 രൂപ പ്ലസ് GST ഈടാക്കുമെന്നാണ് നമുക്ക് ഈ ഒരു പുതിയ ഡോക്യുമെൻറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ കാർഡ് റീപ്ലേസ്മെൻറ്റ് ചാർജ് നോക്കിക്കഴിഞ്ഞാലും ജൂൺ 1 മുതൽ 399 രൂപ പ്ലസ് GST ആണ് എല്ലാ വേരിയൻറ്റിലും. മുൻപ് ഈ ഒരു കാർഡ് റീപ്ലേസ്മെൻറ്റിൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അത് 499 രൂപ പ്ലസ് GST ആയിരുന്നു. അത് 399 രൂപയായിട്ട് കുറയുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിൽ മുൻപ് കാർഡ് റീപ്ലേസ്മെൻറ്റ് ചാർജ് 199 രൂപ പ്ലസ് GST ആയിരുന്നു. അത് 399 രൂപ പ്ലസ് GST ആയിട്ട് ഉയരും.
പിന്നെ വരുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ATM വഴിയുള്ള ട്രാൻസാക്ഷനിലാണ്. നമുക്ക് മുൻപ് ഇൻ്റർനാഷണൽ ATM വഴി നമ്മൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ 100 രൂപ പ്ലസ് GST, അതുപോലെ തന്നെ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും 100 രൂപ പ്ലസ് GST ആയിരുന്നു എല്ലാ അക്കൗണ്ട് വേരിയൻറ്റിലും സർവീസ് ചാർജ് ആയിട്ട് എടുത്തിരുന്നത്. എന്നാൽ ജൂൺ 1 മുതൽ വരുന്ന ഈ ഒരു പുതിയ സർവീസ് ചാർജിൻ്റെ ഡോക്യുമെൻറ്റ് നോക്കുവാൻ നേരത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും 200 രൂപ പ്ലസ് GST എല്ലാ അക്കൗണ്ട് വേരിയൻറ്റിലും ഈടാക്കുമെന്നാണ്. പിന്നെ ഒരു മാറ്റം വരുന്നത് ട്രാൻസാക്ഷൻ ഡിക്ലൈൻഡ് ചാർജിലാണ്. അത് വരുന്നതും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലാണ്. നമ്മൾ ഇൻ്റർനാഷണൽ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ മുൻപ് ഈടാക്കിയിരുന്ന ചാർജ് എന്ന് പറയുന്നത് 100 രൂപ പ്ലസ് GST ആയിരുന്നു. അത് ജൂൺ 1 മുതൽ എല്ലാ അക്കൗണ്ട് വേരിയൻറ്റിലും 200 രൂപ പ്ലസ് GST ആയിട്ട് ഉയരും. പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ, അതിപ്പോൾ POS ട്രാൻസാക്ഷൻ നടത്തുവാൻ നേരത്ത് അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ മുൻപ് ഈടാക്കിയിരുന്നത് 100 രൂപ പ്ലസ് GST ആയിരുന്നു. അത് POS ട്രാൻസാക്ഷൻ്റെ കാര്യത്തിൽ ആദ്യത്തെ ഒരു മാസം നടത്തുന്ന ആദ്യത്തെ 2 ട്രാൻസാക്ഷന് ചാർജ് ഈടാക്കുകയില്ല. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ തൊട്ടാണ് 100 രൂപ പ്ലസ് GST ഈടാക്കിയിരുന്നത്. എന്നാൽ ജൂൺ 1 മുതൽ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ തൊട്ട് 100 രൂപക്ക് പകരം 200 രൂപ പ്ലസ് GST പെർ ഇൻസ്റ്റൻസിന് ഈടാക്കും. പിന്നെ കാണാൻ സാധിക്കുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് അക്കൗണ്ട് ക്ലോഷർ ചാർജ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് 14 ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ഇല്ല. 14 ദിവസത്തിന് ശേഷം എപ്പോൾ ക്ലോസ് ചെയ്താലും അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആയിട്ട് 299 രൂപ പ്ലസ് GST എല്ലാ അക്കൗണ്ട് വേരിയൻറ്റിലും എടുക്കുമെന്നാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ മുൻപ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തൊരു വ്യക്തിയാണെങ്കിലും ജൂൺ 1 ശേഷം അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോൾ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആയിട്ട് ഈ ഒരു 299 രൂപ പ്ലസ് GST നൽകേണ്ടതായിട്ട് വന്നേക്കാം. അത് വലിയൊരു പോരായ്മയാണ്. കാരണം എത്രത്തോളം ആളുകൾ ഇത് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരുന്ന സമയത്തൊക്കെ എടുത്ത എത്രയോ ആളുകളുണ്ടാകും. അപ്പോൾ അവരൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ ജൂൺ 1 ശേഷം 299 രൂപ പ്ലസ് GST ഒരു അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആയിട്ട് നൽകേണ്ടതായിട്ട് വന്നേക്കാം. പിന്നെ മറ്റൊരു അപ്ഡേറ്റ് കാണാനായിട്ട് സാധിക്കുന്ന ആവറേജ് മന്ത്ലി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജിലാണ്. നോക്കിക്കഴിഞ്ഞാൽ ഫൈയുടെ റെഗുലർ സ്കീമിൽ പോലും ആവറേജ് മന്ത്ലി ബാലൻസ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റെഗുലർ അക്കൗണ്ട് വേരിയൻറ്റിൽ ആവറേജ് മന്ത്ലി ബാലൻസ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് 5000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെർ മന്ത് 200 രൂപ പ്ലസ് GST, മാക്സിമം ഒരു ആനുവൽ ഇയറിൽ 1000 രൂപ പ്ലസ് GST വരെ ഈ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനൽറ്റി ചാർജ് ആയിട്ട് ഈടാക്കുമെന്നാണ്. നോർമലി ഫൈയുടെ റെഗുലർ അക്കൗണ്ട് വേരിയൻറ്റ് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് വേരിയൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് ക്രൈറ്റീരിയ കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് എപ്പോഴും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്തായാലും ഫൈവ് മണിയുടെ വെബ്സൈറ്റിൽ അത് അപ്ഡേറ്റ് ആയിട്ടില്ല. പിന്നെ മറ്റു വേരിയൻറ്റ്, അതായത് ബേസിക് വേരിയൻറ്റ്, സ്റ്റാൻഡേർഡ് വേരിയൻറ്റ്, മാക്സ് വേരിയൻറ്റ്, അൾട്ടിമേറ്റ് വേരിയൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് ക്രൈറ്റീരിയ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനൽറ്റി ചാർജ് പെർ മന്ത് 200 രൂപ, മാക്സിമം ഒരു വർഷത്തിൽ 1000 രൂപ എന്ന രീതിയിൽ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ പെനൽറ്റി ചാർജും ഈടാക്കുമെന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന മെയിൻ്റനൻസ് ചാർജ് അൾട്ടിമേറ്റ് അക്കൗണ്ടിൻ്റെ വേരിയത്തിൽ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇത്രയുമാണ് ഫൈവ് മണിയുടെ കേസിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഇനി ജൂപ്പിറ്റർ മണി നോക്കിക്കഴിഞ്ഞാൽ ജൂപ്പിറ്റർ മണിയുടെ കേസിലും ഡെബിറ്റ് കാർഡിൻ്റെ ചാർജിൽ വ്യത്യാസം വരുന്നുണ്ട്. മുൻപ് ഡെബിറ്റ് കാർഡ് ഇഷ്യൂവൻസ് ചാർജ് അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ചാർജ് 299 രൂപ പ്ലസ് GST ആയിരുന്നു. എന്നാൽ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് റെഗുലർ അതുപോലെ തന്നെ ബേസിക് ആൻഡ് വെരിഫൈഡ് സ്കീമാണെങ്കിൽ ഡെബിറ്റ് കാർഡ് ഇഷ്യൂവൻസ് അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് റീപ്ലേസ്മെൻറ്റ് ചാർജ് അത് വരുന്നത് 399 രൂപ പ്ലസ് GST ആണ്. സാലറി സ്കീമാണെങ്കിൽ ഡെബിറ്റ് കാർഡ് ഇഷ്യൂവൻസ് ചാർജ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ചാർജ് 399 രൂപ പ്ലസ് GST ആണ്. പിന്നെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് എല്ലാ അക്കൗണ്ട് വേരിയൻറ്റിലും 300 രൂപ പ്ലസ് GST ആണ്. മുൻപ് ഫിസിക്കൽ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ഫീസ് 300 രൂപ പ്ലസ് GST തന്നെയായിരുന്നു, അതിനകത്ത് മാറ്റമില്ല. പിന്നെ വിർച്വൽ ഡെബിറ്റ് കാർഡിന് ആനുവൽ ഫീസ് ഇതിലും ഈടാക്കുന്നു എന്നാണ് പുതിയ ഡോക്യുമെൻറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. റെഗുലർ ആണെങ്കിലും ബേസിക് വേരിയൻ്റ് ആണെങ്കിലും സാലറി സ്കീം ആണെങ്കിലും വിർച്വൽ ഡെബിറ്റ് കാർഡിന് 300 രൂപ പ്ലസ് GST ഈടാക്കുന്നു എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിപ്പോൾ എന്തെങ്കിലും എറർ ആണോ എന്ന് അറിയില്ല. കാരണം വിർച്വൽ ഡെബിറ്റ് കാർഡിന് നോർമലി ചാർജ് ഈടാക്കാറില്ല. വിർച്വൽ ഡെബിറ്റ് കാർഡ് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഫിസിക്കൽ ഡെബിറ്റ് കാർഡിൻ്റെ അത്രയും തന്നെ ചാർജ് വിർച്വൽ ഡെബിറ്റ് കാർഡിനും ആനുവൽ ചാർജായിട്ട് ഈടാക്കുന്നു എന്നാണ് നമുക്ക് ഈ ഒരു പുതിയ ഡോക്യുമെൻറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും ചേഞ്ച് വരുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. പിന്നെ ഒരു ജൂപ്പിറ്റർ മണിയുടെ കേസിലും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ ഈടാക്കുന്ന ചാർജ് 100 രൂപയിൽ നിന്നും 200 രൂപ പ്ലസ് GST ആയിട്ട് ഉയരുന്നുണ്ട്. പിന്നെ POS ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഒരു മാസത്തെ 2 ട്രാൻസാക്ഷൻ ഇത്തരത്തിൽ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ അക്കൗണ്ടിൽ ഫണ്ട് ഇല്ലാത്തതെങ്കിലും ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ ചാർജ് ഈടാക്കുകയില്ല. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ തൊട്ട് പെർ ഇൻസ്റ്റൻസിന് 200 രൂപ പ്ലസ് GST ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ്റെ കാര്യത്തിൽ ഈടാക്കും.
പിന്നെ ജൂപ്പിറ്റർ മണിയുടെ കേസിലും അക്കൗണ്ട് ക്ലോഷർ ചാർജ് വരുന്നു എന്നുള്ളതാണ്. 14 ദിവസത്തിന് ശേഷം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 14 ദിവസത്തിന് ശേഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അക്കൗണ്ട് വേരിയൻറ്റിലും 299 രൂപ പ്ലസ് GST അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആയിട്ട് ഈടാക്കുമെന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇതിനകത്തും ആവറേജ് മന്ത്ലി ബാലൻസ് നോൺ മെയിൻ്റനൻസ് ചാർജ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആവറേജ് മന്ത്ലി ബാലൻസ് എത്രയാണെന്ന് കൊടുത്തിട്ടില്ല. റെഗുലർ വേരിയൻറ്റിലും അതുപോലെ തന്നെ ബേസിക് ആൻഡ് വെരിഫൈഡ് സ്കീമിലും പെർ മന്ത് 200 രൂപ, മാക്സിമം ഒരു വർഷം 1000 രൂപ വരെ രീതിയിൽ നോൺ മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് ഈടാക്കുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ എത്ര രൂപയാണ് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അതേസമയം സാലറി സ്കീമിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ലെന്നാണ് തോന്നുന്നത്. അത് നോട്ട് ആപ്ലിക്കബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇന്റർനാഷണൽ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യുന്നതും അതുപോലെ തന്നെ ബാലൻസ് എൻക്വയറി നടത്തുന്നതും അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ്റെയൊക്കെ ചാർജ് മുൻപ് 100 രൂപ പ്ലസ് GST ആയിരുന്നു. അത് ജൂൺ 1 മുതൽ 200 രൂപ പ്ലസ് GST ആയിട്ട് ഉയരുമെന്നാണ് ഇപ്പോൾ പുതിയ സർവീസ് ചാർജിൻ്റെ ഡോക്യുമെൻറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇങ്ങനെ വലിയൊരു മാറ്റമാണ് ഫൈവ് മണിയുടെ കേസിലും അതുപോലെ തന്നെ ജൂപ്പിറ്റർ മണിയുടെ കേസിലും ഈ വരുന്ന ജൂൺ 1 മുതൽ വരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആദ്യം പറഞ്ഞ രീതിയിൽ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് വലിയൊരു മാറ്റമാണ് ഈ ഒരു ഫൈവ് മണിയുടെ കേസിലും ജൂപ്പിറ്റർ മണിയുടെ കേസിലും വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ നിരവധി ആളുകൾ ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോകും. അത് അവരെ തന്നെയായിരിക്കും ബാധിക്കുന്നത്. ഒരു ക്ലാരിഫിക്കേഷൻ എന്തായാലും വരേണ്ടതായിട്ടുണ്ട്. ആദ്യം പറഞ്ഞ രീതിയിൽ ഫൈവ് മണിയുടെ വെബ്സൈറ്റിലും ജൂപ്പിറ്റർ മണിയുടെ വെബ്സൈറ്റിലും ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല. പക്ഷേ ഫെഡറൽ ബാങ്കിന്റെ വെബ്സൈറ്റിൽ ഈ ഒരു ഡോക്യുമെന്റ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു മാറ്റം ഈ ഒരു മെയ് 1 മുതൽ ICICI ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ചില സർവീസുകളുടെ ചാർജിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. IMBSന്റെ ചാർജിലും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിന്റെ ചാർജിലേക്ക്. അതിനെപ്പറ്റി നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു. ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ യെസ് ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ടിന്റെ സർവീസ് ചാർജിലും മെയ് 1 മുതൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് യെസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ കേസിലാണ്. യെസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഇനി മുതൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഒരു ബില്ലിംഗ് സൈക്കിളിൽ 15,000 രൂപക്ക് മുകളിൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്ന എമൗണ്ടിന് 1% സർവീസ് ചാർജ് ഈടാക്കും മെയ് 1 മുതൽ. എന്നാൽ 15,000 രൂപയിൽ താഴെയാണെങ്കിൽ എക്സ്ട്രാ ചാർജ് ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. ഇതേപോലുള്ള ഒരു മാറ്റം IDFC ഫസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ കേസിലും ഈ ഒരു മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മെയ് 1 മുതൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ചെയ്യുവാൻ നേരത്ത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ 20,000 രൂപ വരെ പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. എന്നാൽ 20,000 രൂപക്ക് മുകളിൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 20,000 രൂപക്ക് മുകളിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന എമൗണ്ട് എത്രയാണോ അതിന്റെ 1% സർവീസ് ചാർജ് ഈടാക്കും. പിന്നെ വന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് HDFC ബാങ്കിന്റെ കേസിലാണ്. HDFC ബാങ്കിൽ മുതിർന്ന പൗരന്മാർക്കായിട്ട് ഒരു സ്പെഷ്യൽ FD സ്കീം ഉണ്ടായിരുന്നു, കെയർ FD എന്ന് പറഞ്ഞ്. അപ്പോൾ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് മെയ് 2 ആയിരുന്നു. അതിപ്പോൾ നീട്ടിയിട്ടുണ്ട്. പുതിയ എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 10 ആണ്. മെയ് 10 വരെ ഈ ഒരു സീനിയർ സിറ്റിസൻസിന് കെയർ FD എന്ന് പറയുന്ന സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ KYC അപ്ഡേറ്റ് ചെയ്യേണ്ട അവസാന ഡേറ്റ് ഏപ്രിൽ 30 ആയിരുന്നു. സോ നിങ്ങൾ KYC അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം താൽക്കാലികമായിട്ട് ഒന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് പുതിയ ഫ്രഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇത് വിഡ്രോ ചെയ്യാനും സാധിക്കുകയില്ല. ഇങ്ങനെ ഏകദേശം ഒരു 1.3 CR പോർട്ട്ഫോളിയോ ഉണ്ടെന്നാണ് പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടിൽ KYC അപ്ഡേറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് പുതിയ നിക്ഷേപം നടത്താനോ അല്ലെങ്കിൽ ഉള്ള നിക്ഷേപം പിൻവലിക്കാനോ സാധിച്ചെന്ന് വരികയില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി